ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റ് പ്ലാന്റ്സ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ആർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളാണ് ഫേൺസ് അഥവാ പന്നൽ ചെടികൾ. നമുക്ക് ഈ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ നമുക്ക് ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ കുറച്ച് ചെറിയ തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണിക്കാം. ഈ ഫേണ് കാണുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇതൊന്ന് സ്വന്തമാക്കണം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വലിയൊരു ഫേണ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിതൊരു കുഞ്ഞു തൈ വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫേണിനൊരു 4 വർഷമൊക്കെ പ്രായം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സൈസിലുള്ള ചെറിയ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ തൈ വെച്ചതായിരുന്നു ഞാനിത്. ചെറിയൊരു അന്ന് ഹാങ്ങിങ് പോട്ടിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്ലാന്റ് ഇതിൽ നിന്ന് പോട്ട് മാറ്റി കൊടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാങ്ങിങ് ഒക്കെ തുരുമ്പ് പിടിച്ച് നാശമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫേൺസിനും കുറച്ച് ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം, പോട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കെയറിങ് ആവശ്യമില്ല. അതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതും നമ്മുടെ ഗാർഡനിൽ നല്ലൊരു പച്ചപ്പൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പ്രത്യേകിച്ചും ബേർഡ് നെസ്റ്റ് ഫേൺ നല്ല ഭംഗിയാണ്. നല്ലൊരു ബേർഡിൻ്റെ നെസ്റ്റ് പോലത്തെ ഒരു ഷേപ്പൊക്കെയാണ് ഇതിനുള്ളത്. ഇത് ഈ പോട്ടിൽ നന്നായിട്ട് കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ. വേരുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഹാങ്ങിങ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും നമുക്ക് നശിച്ചു പോവാത്ത ഒരു പ്ലാന്റാണ് ഫേൺസ്. നമുക്കിതിന് ഭയങ്കര ലൈഫാണ് ഇതിന് കേട്ടോ. അതുപോലെ നമ്മൾ ഒരു ചെറിയ തൈ വെച്ചതാണെങ്കിലും പെട്ടെന്ന് കുട്ടികൾ വളരുന്നത് പോലെ നമ്മൾ നോക്കി നിൽക്കുക, പെട്ടെന്ന് ഇത് വലുതായിക്കൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ ഒരു കീടശല്യം ഇതിന് കാണാറില്ല. ഇലകൾക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഒരു പെസ്റ്റിസൈഡൊന്നും ഞാനതിന് കൊടുക്കാറില്ല കേട്ടോ. നോർമൽ പോട്ടി മിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കോക്കോപ്പിറ്റ്, ചാണകപ്പൊടി, അതുപോലെ മണ്ണ് അല്ലെങ്കിൽ മണൽ. കോക്കോപ്പിറ്റ് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുക. അതിന് ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സാണ് ഫേൺസ്. ഇത് കുറേ നേരത്തെ കഷ്ടപ്പാട് ഞാൻ പരാജയപ്പെട്ടു കേട്ടോ. അപ്പോൾ മോനെ വിളിച്ചു വന്നതാണ് ഇത് എടുത്തു തരാനായിട്ട്. അപ്പോൾ ഇത് എപ്പോഴോ ഈ പോട്ടിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇതിൻ്റെ വേരുകൾ ഇതിൽ നിറയെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതിലിനി സ്പേസ് ഇല്ല, അത്ര അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇതിൽ. നമുക്ക് പോട്ടിൽ മാത്രമല്ല കേട്ടോ ഫേൺസ്, നമുക്ക് മരത്തടിയിലോ ചകിരി തൊണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. എപ്പിഫൈറ്റുകളാണിത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറായിട്ടും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മുറ്റത്താണ് വെക്കുന്നതെങ്കിൽ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്തൊരു ഭാഗത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ചട്ടിയുടെ അതേ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല വേരുകൾ നിറഞ്ഞിട്ടുണ്ട്. ഈ ഫേൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ പരന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ചട്ടിയുടെ അതേ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് താഴേക്ക് ഇതിൻ്റെ വേരുകൾ പോകില്ല, അതുപോലെ പരന്നിട്ടായിരിക്കും വളരെ. അതുകൊണ്ട് തന്നെ നല്ല വായുവട്ടമുള്ള പോട്ടാണ് നമ്മളിതിനെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഉയരത്തിലുള്ള ചട്ടികളല്ല, നല്ല വട്ടത്തിലുള്ള ചട്ടികളാണ് നമുക്ക് ഫേൺസിന് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലാകുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത്. എനിക്ക് കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇത് ഫിഷ് ടെയിൽ ഫേണാണ്. ഇത് ഞാൻ സ്റ്റാൻഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഫിഷ് ടെയിൽ പോലെയുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതും അതുപോലെ ഒരുപാട് വലുതാവുന്ന ഒരു വെറൈറ്റിയാണ്. കുറച്ച് പൊക്കത്തിലൊക്കെ വളരുന്ന ഒരു വെറൈറ്റിയാണ് ഇതും. ഇതൊക്കെ ഗ്രീൻ നെറ്റിൻ്റെ താഴെ ചെയ്തതുകൊണ്ട് തന്നെ നേരിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നില്ല കേട്ടോ. ഇതിന് നേരിട്ടുള്ള സൺലൈറ്റ് കിട്ടുകയാണെങ്കിലും അതുപോലെ ഒരുപാട് ഫെർട്ടിലൈസർ കൂടുതലായിട്ട് വരിക, വെള്ളം കെട്ടി നിൽക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇതിന് കാണാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോവുക, മഞ്ഞ കളറാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് മാത്രമാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ക്രോക്കഡൈൽ ഫേണിൻ്റെ ഇലകളൊക്കെ കുറേ എണ്ണം ഉണങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ പോട്ടിൽ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ ഇതിനൊക്കെ കുറേ ആയിട്ട് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് കുറേ ആയിട്ടോ. നമ്മൾ ഒരു വർഷത്തിലൊരിക്കൽ മാത്രമേ ഇതിൻ്റെ പോട്ടൊന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഒക്കെ ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മുറ്റത്താണെങ്കിൽ രാവിലത്തെ സൺലൈറ്റ് ഒന്നും ഇതിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഈ പോട്ടിൽ ഇത്തിരി മണ്ണ് കുറവാണ്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പോട്ടി മിക്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ചാണകപ്പൊടി മണ്ണൊക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ സമയത്ത് ഈ ഫേൺസിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ ഭാഗത്തും ഒക്കെ അപ്പോൾ മഴയാകുമ്പോൾ നിറയെ ഫേൺസ് ഉണ്ടായിരിക്കുമല്ലോ. വേനൽക്കാലം ആകുമ്പോൾ ഇതിന് വെള്ളം കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഇലകളിലൊക്കെ
സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ് ഈ പ്ലാന്റിന്. അതുപോലെ കുറച്ചുകൂടെ ഒരു ഗ്രോത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് പോലെ ഇടയ്ക്കിത്തിരി ബാസാക്കോട്ട ഒരു 5-6 ബോൾസൊക്കെ മതി ഒരു പോട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്രോത്ത് കാണിക്കുന്നതായിട്ട് കാണാം. അതുപോലെ നല്ല ഇലകൾക്കൊക്കെ നല്ല പച്ച കളർ വരാനായിട്ട് നല്ലതാണിത്. ചെറിയ തൈകളായിരിക്കുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം വീഴാത്ത രീതിയിൽ പോട്ടിലേക്ക് മാത്രമായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുള്ളത്. 180 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക, നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറന്നു വരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ പ്ലാൻസിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.